ഇതിന്റെ സ്ക്രിപ്റ്റ് പൂർണ്ണമായിട്ട് തീർത്തതിന് ശേഷമാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ സിനിമയുടെ ടോട്ടാലിറ്റിയിൽ എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിട്ടില്ല. സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ അതിൻ്റെ ഒരു കറക്ഷനെ കുറിച്ചോ ടോട്ടാലിറ്റി ഇല്ല. പക്ഷെ കണക്ട് ആവുമോ വിചാരിച്ച ചില സീക്വൻസുകളുണ്ട്. ഇപ്പോൾ ഇതിനകത്തുള്ള ബിഗിനിങ്ങിലുള്ള ജാവ്ഡ സീക്വൻസ്, അത് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് ഫസ്റ്റാണ്, അങ്ങനെ ഒരു അറ്റൻഷൻ. അതിനുശേഷം ഇന്റർവൽ ബെഞ്ചിലുള്ള ഒരു സീക്വൻസ് ഉണ്ട്, കാളകൾ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ കുറച്ച് സ്ട്രെയിൻ എടുത്തും അത് വളരെ സൂക്ഷ്മതയോടും ഷൂട്ട് ചെയ്ത സീക്വൻസുകളാണ്. ഇപ്പൊ അകത്തെ വാക്ക് സീക്വൻസ് ആയാലും ആ ഇന്റർവൽ ബെഞ്ച് സീക്വൻസ് ആയാലും അത് CG വന്നതിന് ശേഷം അറിയും എത്രത്തോളം അത് കറക്റ്റ് ആവുള്ളൂ. എന്നിട്ട് നമ്മൾ ഓൾമോസ്റ്റ് അത് കുറെ കാളകളെ ഒറിജിനൽ CG ഒക്കെ സപ്പോർട്ട് മാത്രമാണ്, മാക്സിമം ഒറിജിനലായിട്ടാണ് അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കാളകളെയൊക്കെ കൊണ്ടുവന്ന് തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ തുടക്കത്തിൽ കുട്ടികളെ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ആഫ്റ്റർ സീക്വൻസിലെ ഗൺ ഫയറും അതെല്ലാം കുറച്ച് അത് ഷൂട്ട് ചെയ്ത് അതിന്റെ ഔട്ട്പുട്ട് അങ്ങനെ വരുന്ന ടെൻഷൻ ഉണ്ട്. പക്ഷെ അത് മാക്സിമം അത് നോക്കി ചെയ്തത് സക്സസ് ആയെന്ന് തോന്നുന്നു. ഇന്ദ്രൻസേട്ടിലേക്ക് എത്താനുള്ള ഒരു പ്രധാന കാരണം എന്തായിരുന്നു? ഇതിനകത്ത് കുറെ ചില കഥാപാത്രങ്ങൾ സ്ക്രിപ്റ്റ് സ്റ്റേജിൽ തന്നെ സ്ക്രിപ്റ്റ് തുടങ്ങുന്നതിന് അതിന്റെ കഥ ഏകദേശം ഒരു കഥയുടെ രൂപമാവുന്ന സമയത്ത് തന്നെ ഈ ക്യാരക്ടർ ഇന്നാണ് ചെയ്യണം എന്ന് തീരുമാനമായ കുറെ കഥാപാത്രങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഇന്ദ്രൻസേട്ടനാണ്. കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരു കഥാപാത്രം എഴുതി തുടങ്ങുന്നതിന് മുന്നേ തന്നെ കലാരൂപത്തിലാവുമ്പോൾ തന്നെ ഇന്ദ്രൻസേട്ടൻ വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്ദ്രൻസേട്ടനെ വിളിച്ചു. അങ്ങനെ ഇന്ദ്രൻസേട്ടൻ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ടെൻഷൻ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ഇപ്പം സിനിമ കണ്ടതെന്ന് പറയാം, ഈ ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇന്ദ്രൻസേട്ടൻ ഇതിന്റെ ക്ലൈമാക്സ് സീക്വൻസുകളും അതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇന്ദ്രൻസേട്ടനെ വെച്ച് ചെയ്യാൻ കുറച്ച് വിഷമമുണ്ടായിരുന്നു. കാരണം ഇന്ദ്രൻസേട്ടൻ ഫിസിക്കലി കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനൊക്കെ വേണ്ടി. ആ വീഴുന്ന സീക്വൻസും ആ ഫയർ ചെയ്യുന്നതും CG സപ്പോർട്ടല്ല, അത് മാക്സിമം അത് ഗൺഫയർ എല്ലാം അങ്ങനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തേക്കുന്നതാണ്, ബുള്ളറ്റ് എല്ലാം നെഞ്ചിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതൊക്കെ ചെയ്യിപ്പിക്കാൻ കുറച്ച് വിഷമമുണ്ടായിരുന്നു. പക്ഷെ അത് ഇന്ദ്രൻസേട്ടൻ ഒരിക്കലും അത് ഒന്നും ഒതുക്കി ചെയ്യാൻ പറ്റില്ല. ഇന്ദ്രൻസേട്ടൻ ഒരുപാട് അതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കഥ എഴുതി കഴിഞ്ഞപ്പോൾ ആര്യനെ നായകനാക്കി തന്നെയാണോ ഇതിന്റെ കഥ എഴുതിയത്? അതെ, എന്റെ കഥയായതിനു ശേഷം അത് തിരുവനന്തപുരത്തിന് കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ഒരു തമിഴ് ആളാണ് ആദ്യം തീരുമാനമായി. വെട്രി എന്ന് പറഞ്ഞ കഥാപാത്രം രൂപമാകുമ്പോൾ തന്നെ നമുക്ക് ഡിസ്കഷനിൽ വന്ന ആദ്യത്തെ പേര് ആര്യസാർ തന്നെയാണ്. അങ്ങനെയാണ് ആര്യസാറിലേക്ക് പോകുന്നത്. ഈ സാബു ചേട്ടൻ എങ്ങനെയാണ് എത്തിയതെന്നുള്ളതെന്ന് പറയാം. അതെ, ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഈ സിനിമയിൽ ഓൾമോസ്റ്റ് ഒരു 90% കളർ ക്യാരക്ടേഴ്സും നമ്മൾ എഴുതുമ്പോൾ ഇന്ന ആള് വേണം എന്നൊന്ന് നിർബന്ധവും എഴുതിയാണ്. അങ്ങനെ ഇതിന്റെയൊക്കെ ഒരു വളരെ ഏരിയ സ്റ്റേജിൽ വിളിച്ചിട്ടുള്ള ഒരാളാണ് സാബു. അതെ, ആ അമ്മ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആ ഏജിലുള്ള ഒരു അമ്മ അതുപോലെ ഒന്ന് വേണം. രണ്ട്, നമ്മൾ അവിടെ ഫോട്ടോ വയ്ക്കാൻ തീരുമാനിച്ചത് സത്യൻ സാറിന്റെ ഫോട്ടോയാണ്. അപ്പൊ സത്യൻ സാറിന്റെ ഫോട്ടോ വെക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ അഭിനയിച്ചിരുന്ന ഒരു അമ്മ വേണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പൊ അത് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യും എന്ന് വെച്ചിട്ടാണ് അമ്മയെ വെച്ചത്. അതുപോലെ അപ്പാനിശത്തിന് സെന്റിമെന്റ്സ് ഡയലോഗാണ് കൊടുത്തത്. ഏറ്റവും പഞ്ചായത്ത് ഈ അംഗമാരുടെ ശേഷം അപ്പാനി അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് തോന്നുന്നു അതിനെ പറ്റി പറയാൻ? അതെ, ഇതിനകത്ത് ശരത്തെല്ലാം നന്നായിട്ട് എല്ലാവരും ശരത്ത് അത് ഗംഭീരമാക്കി. അതുപോലെ ഇതിനകത്തുള്ള ഓരോരുത്തരും അത് ആ ക്യാരക്ടേഴ്സ് അത് ഞാൻ പറഞ്ഞു, നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക്